വാർത്ത ഞങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. KSRTC 2 DA കുടിശ്ശിക, പഴയകാല കുടിശ്ശികയാണ്. ഇടതുമുന്നണിയുടെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന പോലെയുള്ള 2021 വരെയുള്ള DA കുടിശ്ശിക 7% കൊടുത്തു തീർത്തു. ഇനിയിപ്പോൾ ഏത് സർക്കാർ തുടർന്ന് വരുന്ന സർക്കാരാണ് ബാക്കി കൊടുക്കേണ്ടത്. നമ്മൾ വളരെ വർഷങ്ങളായിട്ട് DA കൊടുക്കുന്നില്ല പരാതി ജീവനക്കാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മാസം 5.5 കോടിയിലധികം രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതിയാണ്. തൊഴിലാളികളുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. അത് സാധിച്ചു കൊടുത്തതിൽ ഇടതുമുന്നണി സർക്കാരിന് അതിയായ സന്തോഷമുണ്ട്. സർക്കാരിൻ്റെ ഒരു വലിയ തൊഴിലാളികളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. KSRTCക്ക് DA കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. KSRTC ജീവനക്കാർക്ക് മാത്രമല്ല പെൻഷൻകാർക്കുള്ള ആനുകൂല്യവും കൊടുക്കാൻ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ കൊടുത്തു തീർക്കാൻ കഴിയില്ല, കാരണം വലിയ തുകയാണ്. ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധികൾ കേരളം നേരിടുമ്പോഴും സംസ്ഥാന സർക്കാർ നേരിടുമ്പോഴും തൊഴിലാളികളെ ന്യായമായ രീതിയിൽ പരിഗണിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പൂർണ്ണമായി കൊടുത്തില്ലയോ എന്ന് വിമർശകർ ചോദിക്കും. പൂർണ്ണമായി കൊടുക്കാൻ പണമുണ്ടെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും സർക്കാരാണ്. KSRTCക്ക് പണം ഇല്ലാത്തത് കൊണ്ട്, അത്രയധികം പണം ഇല്ലാത്തതുകൊണ്ട് ഒരു മാസം 5.5 കോടിയുടെ അധിക ബാധ്യത വരുന്ന ഈ ചുമതല നമ്മൾ ഏറ്റെടുത്തു. KSRTCയുടെ മിക്കവാറും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആവശ്യമായ ന്യായമായ പ്രൊമോഷനും സർക്കാർ നൽകിയിട്ടുണ്ട്.